ഓഫീസിൽ ഒരു ടീം ലീഡ് എന്താണോ ചെയ്യുന്നത്, പ്രൊജക്ട് മാനേജറുമായിട്ടുള്ള പ്രൊജക്ട് ഡിസ്കഷൻസും അതിന്റെ ഓവർവ്യൂ, അതിന്റെ മീറ്റിംഗ്സ് തുടങ്ങിയ പല കാര്യങ്ങളും ഇവിടുത്തെ ടീം ലീഡിന് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നു. ഇതൊരു 2 weeks ആയിരിക്കും ഡ്യൂറേഷൻ വരുന്നത്. ഈ 2 weeksൽ നിങ്ങളിൽ ഒരാൾ നിങ്ങളെ ആ ഒരു ടീം പ്രോപ്പർലി മാനേജ് ചെയ്തു പോകുന്നു. ഈ സമയം നിങ്ങളുടെ ടീമിനകത്ത് മറ്റുള്ള മെമ്പേഴ്സ് ഉണ്ടല്ലോ, അയാൾ ഈ ടീം ലീഡിനെ പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്യും. ഈ ടീം ലീഡിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നിങ്ങൾ മറ്റുള്ള എല്ലാ മെമ്പേഴ്സും ഫൈൻഡ് ചെയ്ത് വെക്കും. കാരണം ഒരു ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി മറ്റുള്ളവർ ഉറപ്പായിട്ട് മോണിറ്റർ ചെയ്യും. ഇയാളുടെ പ്ലസും ഇയാളുടെ നെഗറ്റീവ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളത് ഒബ്സർവ് ചെയ്യും. 2 weeks കഴിയുമ്പോൾ ഇയാൾ ടീം ലീഡ് ആയിരുന്നു, ഇയാൾ അവിടെ നിന്ന് മാറി ടീമിൽ മറ്റൊരാളാകും ടീം ലീഡ് ആകും. സോ അടുത്ത ടീം ലീഡായിട്ട് വരുന്ന ആൾ ഉറപ്പായിട്ടും തൊട്ടു മുൻപ് ടീം ലീഡായി നിന്ന ആളുടെ ഭാഗത്തുണ്ടായ നെഗറ്റീവ്സ് ഇയാൾ അത് ഓവർകം ചെയ്യും. അയാളുടെ പ്ലസ് ഇയാൾ ഫോളോ ചെയ്യാനും ഇയാളുടെ മൈനസ് ഇയാൾ ഇവിടെ ഓവർകം ചെയ്യാനുമുള്ള പോസിബിലിറ്റി കൂടുതലാണ്.